വെൽക്കം ടു എനസ്റ്റ് അക്കാഡമി. നമ്മളിന്ന് ഡെയിലി ക്വിസ് 11 ആണ് നോക്കാൻ പോകുന്നത്. ഇതായിരുന്നു ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ പൈപ്പ് പ്രൊവൈഡഡ് ടു പ്രിസർവ് ദ വാട്ടർ സീൽ ഓഫ് ട്രാപ്പ് ഈസ് ടേംഡ് ആസ് ആൻറ്റി സൈഫനേജ് പൈപ്പ്, സോയിൽ പൈപ്പ്, വെൻറ്റ് പൈപ്പ് ആൻഡ് വേസ്റ്റ് പൈപ്പ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സാനിറ്ററി എഞ്ചിനീയറിംഗിൽ നിന്നാണ്. ഓവർസീ ലെവലിൽ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ചോദ്യം കൂടിയാണിത്. പൈപ്പ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫങ്ഷൻ അനുസരിച്ചാണ്. ഓക്കെ, ഫങ്ഷൻ അനുസരിച്ചിട്ടാണ്. ഒരു ഹൗസ് ഡ്രെയിനേജ് സിസ്റ്റത്തിൽ മെയിൻലി നമ്മൾ കാണുന്ന പൈപ്പ്സ് ഇതാണ്: സോയിൽ പൈപ്പ്, വേസ്റ്റ് പൈപ്പ്, വെൻറ്റ് പൈപ്പ്, റെയിൻ വാട്ടർ പൈപ്പ് ആൻഡ് ആൻറ്റി സൈഫനേജ് പൈപ്പ്. നമുക്ക് ഓരോ പൈപ്പ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പൈപ്പ് എന്ന് പറയുന്നത് സോയിൽ പൈപ്പാണ്. ഓക്കെ, ഹ്യൂമൻ എക്സ്ക്രീറ്റ അല്ലെങ്കിൽ അതിനെ നൈറ്റ് സോയിൽ എന്ന് പറയും. ഹ്യൂമൻ എക്സ്ക്രീറ്റ് അല്ലെങ്കിൽ നൈറ്റ് സോയിൽ ക്യാരി ചെയ്യാനായിട്ട് നമ്മൾ സോയിൽ പൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, വേസ്റ്റ് പൈപ്പ്. ഈ പൈപ്പ് ക്യാരിയിങ് സള്ളേജ്. സള്ളേജ് എന്താണെന്ന് ഡെയിലി ക്വിസ് 10 നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാത്റൂംസ്, കിച്ചൺസ്, അതേപോലെ വാഷ് ബേസിൻസിൽ നിന്നുള്ള ലിക്വിഡ് വേസ്റ്റിനെയാണ് നമ്മൾ സള്ളേജ് എന്ന് പറയുന്നത്. സള്ളേജിൽ നമ്മൾ ഹ്യൂമൻ എക്സ്ക്രീറ്റ് ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, അത് ശ്രദ്ധിക്കണം. ഈ വേസ്റ്റ് പൈപ്പ് എന്ന് പറയുമ്പോൾ ഈ പൈപ്പ് ക്യാരിങ് സള്ളേജ് ക്യാരി ചെയ്യാനായിട്ടാണ് നമ്മൾ വേസ്റ്റ് പൈപ്പ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെൻറ്റ് പൈപ്പാണ്. പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്, വെൻറ്റിലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. സോ ഇറ്റ് പ്രൊവൈഡ് സർക്കുലേഷൻ ഓഫ് എയർ ഇൻ ദ ഡ്രെയിനേജിൽ എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വെൻറ്റ് പൈപ്പ് കൊടുക്കുന്നത്. സോ ദാറ്റ് അതിൽ നിന്നുള്ള ഫൗൾ ഗ്യാസസ് എല്ലാം നമുക്ക് നേരെ അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അടുത്തത് റെയിൻ വാട്ടർ പൈപ്പാണ്. ഈ പൈപ്പ് ക്യാരിങ് ഓൺലി റെയിൻ വാട്ടർ മാത്രം ക്യാരി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൈപ്പാണ് റെയിൻ വാട്ടർ പൈപ്പ്. നെക്സ്റ്റ് ആണ് ആൻറ്റി സൈഫനേജ് പൈപ്പ്. സോ ഈ ഏരിയയിൽ നിന്നാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ പൈപ്പ് വിച്ച് ഈസ് ഇൻസ്റ്റാൾഡ് ടു പ്രിസർവ് ദ വാട്ടർ സീൽ. ഓക്കെ, ടു പ്രിസർവ് ദ വാട്ടർ സീൽ ഇൻ ദ ട്രാപ്പ് ത്രൂ പ്രോപ്പർ വെൻറ്റിലേഷൻ. ട്രാപ്സ് എന്നുള്ള പോർഷൻ നമ്മൾ ഓൾറെഡി ഡെയിലി ക്വിസിൽ കവറേജ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് കാണുക. സോ നമുക്ക് ആൻറ്റി സൈഫനേജ് പൈപ്പ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്ങിലാണ് ആൻറ്റി സൈഫനേജ് പൈപ്പ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത്. ഓക്കെ, ഇതൊരു ക്രോസ് സെക്ഷനാണ് വരച്ചേക്കുന്നത്. മുകളിൽ അപ്പർ ഫ്ലോർ ഉണ്ട്, താഴെ ലോവർ ഫ്ലോർ ആണ്. ഒരു ടോയ്ലറ്റിൻ്റെ ഒരു സെക്ഷനാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ സോയിൽ പൈപ്പ് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ വെൻറ്റ് പൈപ്പ്, അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് വെൻറ്റ് പൈപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടൊരു ഫ്ലഷിംഗ് സിസ്റ്റമാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, ആൻറ്റി സൈഫനേജ് പൈപ്പിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പർ ഫ്ലോറിൽ നമ്മൾ ഫ്ലഷിംഗ് ഓപ്പറേഷൻ നടത്തുമ്പോൾ ഓക്കെ, വളരെ ആക്സിലറേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സ്പീഡിൽ നേരെ ഇവിടുത്തെ വേസ്റ്റ് കംപ്ലീറ്റ് സോയിൽ പൈപ്പിലൂടെ വന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ വെലോസിറ്റി കൂടി അല്ലെങ്കിൽ ഗ്രാവിറ്റിയുടെ ആക്ഷൻ കൊണ്ട് തന്നെ വളരെ സ്പീഡി ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ ആയതുകൊണ്ട് ഇവിടെ ഈ ലോവർ സ്റ്റോറിയുടെ അവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ലോ പ്രഷർ, ഹൈ സ്പീഡിൽ ഇവിടുത്തെ വേസ്റ്റ് മെറ്റീരിയൽസ് നേരെ സോയിൽ പൈപ്പിലൂടെ താഴോട്ട് വരുമ്പോൾ ലോവർ ഫ്ലോറിലെ ഫ്ലഷിങ്ങിൻ്റെ അവിടെ ഒരു ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? അവിടെ ഒരു സക്ഷൻ നടക്കുന്നു. ഓക്കെ, അപ്പം ലോവർ ഫ്ലോറിലെ ഇവിടുത്തെ ഒരു വാട്ടർ സീലിൽ നിന്ന് വാട്ടർ നേരെ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് നേരെ ഈ സോയിൽ പൈപ്പിൻ്റെ അങ്ങോട്ടേക്ക് നേരെ വെള്ളം വാട്ടർ സീൽ എന്ന് പറയുന്ന വെള്ളമാണല്ലോ, ആ വെള്ളം നേരെ എസ്കേപ്പ് ആകാനായിട്ട് സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? ലോവർ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്ന കാരണം. സോ അത് നമുക്ക് ഒഴിവാക്കണം അല്ലേ? കാര്യം എന്താ? അപ്പർ ഫ്ലോറിൽ നമ്മൾ ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ ഫ്ലോറിലുള്ള ടോയ്ലറ്റ്സിലെ വാട്ടർ സീലാണ് എസ്കേപ്പ് ആവുന്നത്. അപ്പോൾ വാട്ടർ സീൽ എസ്കേപ്പ് ആയിക്കഴിഞ്ഞാൽ ഈ സോയിൽ പൈപ്പിലെ ഫൗൾ ഗ്യാസ് എല്ലാം നേരെ ടോയ്ലറ്റിലോട്ട് വരും. അത് നമുക്ക് തടയേണ്ടത് ഒരു ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആൻറ്റി സൈഫനേജ് പൈപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ ഇവിടെയാണ് ആൻറ്റി സൈഫനേജ് പൈപ്പ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ആ ആൻറ്റി സൈഫനേജ് പൈപ്പ് എന്ന് പറയുന്നത് സോയിൽ പൈപ്പിനോട് അതേപോലെ വെൻറ്റ് പൈപ്പിൻ്റെ അവിടെയായിട്ട് ഒരു കണക്ഷനുണ്ട്. ഓക്കെ, ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ആൻറ്റി സൈഫനേജ് പൈപ്പ്. സോ ആൻറ്റി സൈഫനേജ് പൈപ്പ് നമ്മൾ കൊടുത്തു കഴിയുമ്പം പ്രഷർ വേരിയേഷൻ ബാലൻസ് ചെയ്യുന്നു. ഓക്കെ, കാര്യം എന്താണ്? ഈ ആൻറ്റി സൈഫനേജ് പൈപ്പ് കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെൻറ്റ് പൈപ്പിലോട്ടാണ്.
ഓക്കെ, ഒന്ന് ഫിഗറിലോട്ട് നോക്കുക. ആൻറ്റി സൈഫനേജ് പൈപ്പ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് വെൻറ്റ് പൈപ്പിലാണ്. അപ്പോൾ ഈ വെൻറ്റ് പൈപ്പ് നേരെ അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലഷിങ് ഓപ്പറേഷൻ നടത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു ലോ പ്രഷർ ഫെനോമിന ഉണ്ടാവുന്നില്ല. കാര്യം അവിടെ പ്രഷർ ബാലൻസിങ് അവിടെ നടക്കുന്നുണ്ട്. ബിക്കോസ് ആൻറ്റി സൈഫനേജ് പൈപ്പ് നേരെ വെൻറ്റ് പൈപ്പിലോട്ടും വെൻറ്റ് പൈപ്പ് നേരെ അറ്റ്മോസ്ഫിയറിലോട്ടുമാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിലോട്ട് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ പ്രഷർ വേരിയേഷൻ അവിടെ ബാലൻസ് ആയി പോകുന്നു. സോ ലോ പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ലോ പ്രഷർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ സക്ഷനും സംഭവിക്കുന്നില്ല. സക്ഷൻ ഇല്ലാത്തത് കൊണ്ട് വാട്ടർ സീൽ ബ്രേക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ വാട്ടർ സീൽ അവിടെ നഷ്ടപ്പെടുന്നില്ല. സോ ഇങ്ങനെയാണ് ആൻറ്റി സൈഫനേജ് പൈപ്പ് ആക്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളൊന്നും PSCക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. സോ അതിൻ്റെ മെയിൻ ഫങ്ഷൻ ടു പ്രിസർവ് ദ വാട്ടർ സീൽ ഇൻ ദ ട്രാപ്പ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പല തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം കൂടിയാണിത്. ഞങ്ങൾക്ക് അടുത്ത ഇതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയാം. ദ പൈപ്പ് പ്രൊവൈഡഡ് ടു പ്രിസർവ് ദ വാട്ടർ സീൽ ഓഫ് എ ട്രാപ്പ് ഈസ് ടേംഡ് ആസ്. സോ മനസ്സിലായല്ലോ, പ്രിസർവ് ദ വാട്ടർ സീൽ. സോ ഇറ്റ് ഈസ് ആൻറ്റി സൈഫനേജ് പൈപ്പ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ സൂപ്പർ സൾഫേറ്റഡ് സിമെൻറ്റ് ഈസ് IS കോഡ്. ഓക്കെ, റീസെൻ്റായിട്ട് നടത്തിയിട്ടുള്ള ഓവർസിയർ എക്സാംസിനെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം IS കോഡ് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പല ടൈപ്പ് സിമെൻറ്റിൻ്റെ IS കോഡ് എന്താണെന്നാണ്. സോ ഇത് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നവരെല്ലാം മെമ്മറൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്കൊന്ന് നോക്കാം. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് 33 ഗ്രേഡിൻ്റെയാണ് IS 269/1989. ഓക്കെ, ഇയർ എന്നുള്ളതാണ് റൈറ്റ് സൈഡിൽ കാണിച്ചേക്കുന്നത് 1989 എന്നുള്ളതാണ് ഇയർ. അത് ഓരോ വർഷം ആ ഒരു കോഡിന് റിവിഷൻ സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും ഇയർ മാറി വരും. സോ ഇയറിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എപ്പോഴും ഫസ്റ്റ് നമ്പേഴ്സ് ആണ് എല്ലാത്തിൻ്റെയും ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, സോ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഗ്രേഡ് 33 എന്ന് പറയുന്നത് IS 269. ദെൻ 43 ഗ്രേഡ് വരുമ്പോൾ IS 8112. 53 ഗ്രേഡ് വരുമ്പോൾ 12269. റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റിന് IS 8041. സൾഫൈഡ് റെസിസ്റ്റിംഗ് സിമെൻറ്റ് IS 12330. പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻറ്റ് IS 455. നെക്സ്റ്റ് സൂപ്പർ സൾഫേറ്റഡ് സിമെൻറ്റ് IS 6909. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. നെക്സ്റ്റ് ലോ ഹീറ്റ് സിമെൻ്റാണ് IS 12600. പിന്നെ അടുത്തത് പോർട്ട്ലാൻഡ് പോസലോണ സിമെൻറ്റ് IS 1489. അടുത്തത് അതിൻ്റെ തന്നെ വേറൊരു സിമെൻ്റാണ് കാൽസിനൈഡ് ബേസ്ഡ് ആണെങ്കിൽ. പോർട്ട്ലാൻഡ് പോസലോണ സിമെൻറ്റ് കാൽസിനൈഡ് ബേസ്ഡ് ആണെങ്കിൽ IS 1489. അടുത്തത് കളേർഡ് സിമെൻറ്റ്, അതേപോലെ വൈറ്റ് സിമെൻറ്റിന് ഉപയോഗിക്കുന്ന കോഡാണ് IS 8042. നെക്സ്റ്റ് ഹൈഡ്രോഫോബിക് സിമെൻറ്റ് അല്ലെങ്കിൽ വാട്ടർ റിപ്പല്ലിംഗ് സിമെൻറ്റിനാണ് IS 8043. അടുത്തത് മേസൺറി സിമെൻറ്റ് IS 3466. നെക്സ്റ്റ് ഓയിൽ വെൽ സിമെൻറ്റ്. ഇതും റീസെൻ്റായിട്ട് PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓയിൽ വെൽ സിമെൻറ്റിൻ്റെ IS കോഡ് എന്താണ്? ഓക്കെ, IS 8229. പിന്നെയുള്ള അടുത്തത് കോൺക്രീറ്റ് സ്ലീപ്പർ ഗ്രേഡ് സിമെൻറ്റ്, അത് IRS R40. പിന്നെ ഹൈ അലൂമിന സിമെൻറ്റ്, ദാറ്റ് ഈസ് IS 6452. ഓക്കെ, അപ്പം ഈ ഒരു 21 സിമെൻറ്റും അതിൻ്റെ IS കോഡും നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. കാര്യം റീസെൻ്റായിട്ട് ചോദിച്ചിട്ടുള്ള ഓവർസിയർ എക്സാംസിന് സിമെൻറ്റിൽ നിന്ന് തന്നെയാണ് 2 ചോദ്യങ്ങളും വന്നേക്കുന്നത്. അതിൻ്റെ IS കോഡ് ചോദിച്ചിട്ടുണ്ട്. സോ അതൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? നമുക്ക് നോക്കാം. സൂപ്പർ സൾഫേറ്റഡ് സിമെൻറ്റിൻ്റെ കോഡ് എന്തായിരുന്നു എന്നാണ്. സോ നമുക്കറിയാം 6909. ഓക്കെ, 1990. അപ്പോൾ ഇയർ നിങ്ങൾ പ്രത്യേകം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. കാര്യം അത് ഓരോ പ്രാവശ്യം അതിൻ്റെ റിവിഷൻ നടത്തി കഴിയുമ്പോൾ അതിൻ്റെ ഇയർ മാറും. സോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. ഫസ്റ്റ് നമ്പർ നിങ്ങൾ ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് എ കാർ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 50 km/h and is brought to rest in 45 seconds. Find out the retardation.
സോ ഓവർസേ ഗ്രേഡ് 3 ലെവലിലൊക്കെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ എന്നുള്ളൊരു പോർഷനിൽ നിന്ന് നമുക്ക് സാധാരണയായിട്ട് നമ്മൾ സ്കൂൾ ലെവലിൽ പഠിച്ച മാത്തമാറ്റിക്സിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെലോസിറ്റി, ടൈം ആൻഡ് ആക്സിലറേഷൻ, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. സോ ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 3 ഫണ്ടമെൻ്റൽ ഇക്വേഷൻസ് ആണ്. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. സോ ഇതിൽ യു എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി, വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, ടി ഇസ് ദ ടൈം ടേക്കൺ, എ ഇസ് ദ ആക്സിലറേഷൻ ആൻഡ് എസ് ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഈ 3 ക്വസ്റ്റ്യന് നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഇത് എന്താണെങ്കിലും ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ 3 ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കുക, ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമുക്കിനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിവൺ ഡേറ്റയിലോട്ട് പോവാം. ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. സോ യു ഇസ് ഈക്വൽ ടു തന്നിരിക്കുന്നത് 50 km/h. അതേപോലെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത്, ഓക്കെ, ക്വസ്റ്റ്യനിൽ ഒന്നും കൂടെ ഒന്ന് പോവാം. ഫൈനൽ വെലോസിറ്റി എങ്ങനെ അറിയും? ഇറ്റ് ഈസ് ബ്രോട്ട് ടു റെസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലേ? ഓടിക്കൊണ്ടിരുന്ന ഒരു കാറ് ഈസ് ബ്രോട്ട് ടു റെസ്റ്റ്, അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുന്നു, അതായത് വണ്ടി നിർത്തി. സോ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലേ? ആൻഡ് ടൈം എന്ന് പറയുന്നത് 45 seconds ആണ്. നമുക്ക് റീറ്റാർഡേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, റീറ്റാർഡേഷൻ. അപ്പോൾ യൂണിറ്റ് നോക്കുക, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് യൂണിറ്റ്. ഓക്കെ, നമുക്ക് വെച്ച് തന്നിട്ടുള്ള വെലോസിറ്റിയുടെ യൂണിറ്റ് km/h ആണ്. സോ യൂണിറ്റ് കൺവേർഷൻ ഈ ക്വസ്റ്റ്യനിൽ അത്യാവശ്യമാണ്. നമുക്ക് നോക്കാം. സോ km/hനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കാൻ നമ്മൾ ജസ്റ്റ് തന്നിരിക്കുന്ന വെലോസിറ്റി 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവറിനെ സെക്കൻഡ് ആക്കാൻ 60 minutes into 60 seconds. സോ ഈ കൺവേർഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഹിയർ ഫൈനൽ വെലോസിറ്റി v is equal to 0 ആൻഡ് ടൈം ടേക്കൺ t is equal to 45. സോ നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ, നമുക്ക് v അറിയാം, u അറിയാം, t അറിയാം. സോ നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ v is equal to u plus at. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫൈനൽ വെലോസിറ്റി v is equal to 0, ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് എന്താ? 50 ആണ്. ഇൻറ്റു 5/18 ചെയ്യുമ്പോൾ അത് മീറ്റർ പെർ സെക്കൻഡിലോട്ട് യൂണിറ്റ് ആവുന്നു. പ്ലസ് എ നമുക്ക് അൺനോൺ ആണ്, അതാണ് നമുക്ക് അറിയേണ്ടത്, ആക്സിലറേഷൻ, അല്ലേ? ആൻഡ് അടുത്തത് ടൈം t is equal to 45 seconds. സോ നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള a × 45 എന്നുള്ള ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുമ്പോൾ ഇവിടെ ഒരു മൈനസ് സൈൻ വരുന്നു. മൈനസ് a × 45 is equal to 50 × 5/18. ഈ നമ്മൾ കട്ട് ചെയ്യാതെ കംപ്ലീറ്റ് കാൽക്കുലേഷൻ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഫൈനലിൽ വരുമ്പോൾ ചിലപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കട്ട് ചെയ്ത് ഈസിലി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ ഇട്ടേക്കുന്നത്. സോ മൈനസ് a is equal to എന്താവും? 50 × 5/18 the whole divided by 45. സോ മൈനസ് a is equal to ആണ് നമുക്ക് എന്ത് കിട്ടിയത്? 0.3. സോ മൈനസ് വന്ന അതിൻ്റെ അർത്ഥം എന്താ? റിട്ടാർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞുകൊണ്ട് വരുന്നു, അതാണ് റിട്ടാർഡേഷൻ. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ആക്സിലറേഷൻ, സ്പീഡ് കൂടിക്കൊണ്ട് പോകുന്നു. ഓക്കെ, സോ മൈനസ് എന്ന് വന്ന കാരണം റിട്ടാർഡേഷൻ. സോ ദ ആൻസർ ഈസ് 0.3 m/s². സോ ക്വസ്റ്റ്യൻ ഇതാണ്. എ കാർ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 50 km/h, is brought to rest in 45 seconds and find out the retardation. So options 3 m/s², 0.3 m/s², 1.1 and 3.5. സോ നമ്മൾ ചെയ്ത ആൻസർ ഇവിടെയുണ്ട്, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ.